ഹലോ, ഇതാരാന്നറിയോ നിങ്ങൾ? നമ്മളെ നാട്ടിലൊരു സൈനികനാണ്. അപ്പോൾ ഒരു ലീവ് എല്ലാം കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇന്ന് മൂപ്പർ എയർപോർട്ടിലാക്കലാണ് നമ്മളെ പണി. ചാത്തേട്ടൻ്റെ മോനാണ് രനീഷ്. ഞങ്ങളൊന്നിച്ച് കളിച്ച് വളർന്ന ആളാണ്. ഇത് നമ്മളെ ജീപ്പാണ്. ഇതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു വീഡിയോ മുന്നോട്ട് വരുന്നുണ്ട്, നമുക്ക് എടുക്കണം. ഇപ്പം മൂപ്പർ ലേശം സുഖമില്ലാണ്ട് കിടക്കുക. ചാത്തേട്ടൻ്റെ പുരേന്ന് മുന്നിലേക്ക് നോക്കിയാൽ കാണുന്ന ഏരിയയാണ് നമ്മളെ ചേനായ റോഡാണ് കാണുന്നത്. ചാത്തേട്ടൻ കയറി, രനീഷ് എല്ലാവരോടും യാത്ര പറയുകയാണ്. ചാത്തേട്ടൻ കയറിക്കോളി. ഓക്കേ, രനീഷ് എത്തി. ഇനി നമ്മൾ പോവാന്ന്. അങ്ങനെ ഇതാ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലാണെന്നുള്ളത്. ടോളിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വരത്തിന് ടോള് കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് റോഡിലേക്ക് കയറി നമ്മൾ. എല്ലാവരും പറഞ്ഞ് നമ്മളൊരു ചായയും കുടിച്ച് പോയാലോ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. രാത്തേട്ടനവിടെ നല്ല നോക്കുക എന്തെല്ലാന്നുള്ളത്. ഞാനെന്തായാലും മുന്നിലോട്ടാണ് നടന്നെങ്കിൽ. ആദ്യം തന്നെ നമ്മളൊരു സീറ്റ് പിടിച്ചിട്ട് രാത്തേട്ടനെല്ലാം വരുന്ന ആളുള്ളൂ. എന്തായാലും നമ്മളിരിക്കുക. ഞാനൊരു ചായക്ക് പറഞ്ഞിക്കേ. ചാത്തേട്ടനും പറഞ്ഞത് ചായക്ക് ചിക്കൻ റോൾ ആയിക്കോട്ടെ. ചിക്കൻ റോൾ രനീഷിനും അത് തന്നെ മതി എന്നാണ്. ചാത്തേട്ടൻ പഴംപൊരി എങ്ങനെ വാങ്ങി. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലേ. രനീഷ് വന്നിട്ടിപ്പോൾ ഒരു മാസം വരെയൊക്കെ ആയി. ഒരു മാസം ഇവിടെ നിന്നെല്ലാം കൂടി അടിച്ച് പൊളിച്ച് മൂപ്പര് പോവാണ്. അങ്ങനെ എയർപോർട്ടിലെത്തി. നേരെ ഉള്ളിലേക്ക്. അപ്പോൾ രനീഷിനെ ഇവിടെ ഇറക്കി മൂപ്പര് ഇതാ പോവാണ്. ഓക്കേ, അപ്പോൾ ടിക്കറ്റെല്ലാം കാണിച്ച് ഉള്ളിൽ കയറി പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മളത് കനാലുക്കിലെത്തി. ഒരു ചെറിയ എണ്ണക്കടി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളെ മിയാമിയെ കയറി. മൂപ്പർ ഒക്കെ അവിടെ എല്ലാം കൂടി പൊതിഞ്ഞ് കെട്ടി നേരെ വിടുക. ഇനി വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്ക് അതാ മഴ പെയ്തിക്കുക. PA മാർട്ടിൽ കയറി കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് കണ്ട് നോക്കുമ്പോൾ സുരേട്ടൻ എന്തോ സാധനം വാങ്ങുന്നുണ്ട്. ഒരു സലാം സുരേട്ടൻ തന്നു. എന്നാൽ പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങി കളിയാന്ന് വെച്ച് ഫൈസലിൻ്റെ വീടിയിൽ പോയി റിനാസിനോട് കുറച്ച് ചിക്കൻ തരാൻ പറഞ്ഞ് നേരെ വീട്ടിലേക്ക്. എണ്ണക്കടി വാങ്ങി. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. ത്രയമൊക്കെ എന്തോ ദേഷ്യത്തിലാണെന്നാണ് തോന്നുന്നത്. അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ശരി.